KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നാളെ ചുമതലയേൽക്കും. രാവിലെ 9:30 ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ അദ്ദേഹത്തിന് ചുമതല കൈമാറി. UDF കൺവീനറായി അടൂർ പ്രകാശും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഷാഫി പറമ്പിലും ചുമതല ഏറ്റെടുക്കും. ഇതിന്റെ ഭാഗമായി നേതാക്കൾ രാവിലെ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും എത്തി പുഷ്പാർച്ചന നടത്തി. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ PCC അധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങ് ലളിതമായി നടത്താനാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നന്മയുടെ പാതയിൽ ജനസേവനം നടത്തുമെന്നും നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ തന്നെ ബഹുമാനായ ലീഡർ ശ്രീ K കരുണാകരൻ്റെ തൃശ്ശൂരിലെ സ്മൃതി മണ്ഡപത്തിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലും വന്ന് ഞങ്ങൾ അനുഗ്രഹം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ്നമിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒളിയമ്പുമായി ആന്റോ ആന്റണി. തനിക്കെതിരെ പ്രവർത്തിച്ച അതേ ഉപജാപക സംഘം സണ്ണി ജോസഫിന് എതിരെയും പ്രവർത്തിക്കുന്നുണ്ട്. തനിക്കെതിരായ വേട്ടയാടൽ കൊണ്ട് ഇത് അവസാനിപ്പിക്കും എന്നാണ് കരുതിയത് എന്നും ആന്റോ ആന്റണി പറയുന്നു. അതേസമയം കോൺഗ്രസ് നേതാക്കൾക്ക് വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആന്റോ ആന്റണി വ്യക്തമാക്കി. KPCC പ്രസിഡന്റിനെ മാറ്റിയതുകൊണ്ട് സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിനാകില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് UDFന്റെ ശ്രമം എന്നും ജനങ്ങളിൽ നിന്നും കോൺഗ്രസ് അകലുന്നു എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ 24 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ 4 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടെ അത്താണി കവലയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. അങ്കമാലിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കാക്കനാട്ടേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഫയർഫോഴ്സ് എത്തി പമ്പ് മുറിച്ചാണ് കഞ്ചാവ് പുറത്തെടുത്തത്. ബംഗാൾ സ്വദേശികളായ പ്രതികൾ മുർഷിദാബാദിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് MG കണ്ണൻ അന്തരിച്ചു. 42 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗവും ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ നടക്കും.